സോ സ്റ്റുഡൻസ്, നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 17th ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. സോ 17th ക്വസ്റ്റ്യൻ എവിടുന്നാണ് വന്നിരിക്കുന്നത്? നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി GOC അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക്കലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നോമൻക്ലേച്ചർ ഐസോമറിസം കഴിഞ്ഞ GOC തന്നെയാണ്. GOCയിലാണ് ഈ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ലെസൈൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് ചോദ്യം. നോക്കൂ, ലെസൈൻ ടെസ്റ്റിൽ കോവാലന്റ് ഓർഗാനിക് മോളിക്യൂൾസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു അയണിക്. ശരിയാണ്, കാരണം നമ്മൾ സോഡിയം അതിലേക്ക് ആഡ് ചെയ്യുന്നത്, സോഡിയത്തിൻ്റെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് അതിലേക്ക് സോഡിയം ആഡ് ചെയ്യുന്നു. സോഡിയം ആഡ് ചെയ്യുന്നത് എന്തിനാണ്? അതിനെ അയോണിക് ആക്കി മാറ്റാൻ. കാരണം അയോണിക് ആക്കി മാറ്റുമ്പോഴേ നമുക്ക് ഏതൊക്കെ അയോൺസ് ആണ് അതിലുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ആറ്റംസ് ആണ് അതിലുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ടെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാവിംഗ് നൈട്രജൻ ആൻഡ് സൾഫർ gives Prussian blue color with FeSO4 and Na4 FeCN6. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോഡിയവും സൾഫറും ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് FeCNS ആണ്. ഈ FeCNSനെ നിങ്ങൾ ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബ്ലഡ് റെഡ് കളർ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ബ്ലഡ് റെഡ് കളറേഷൻ ആണ് ശരിക്കും നൈട്രജനും സൾഫറും ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ കിട്ടുക. നേരെ മറിച്ച് നൈട്രജൻ മാത്രമാണെങ്കിൽ നമുക്ക് Na4 FeCN6 ആണ് ഉണ്ടാവുക. Na4 FeCN6 ആണ് ഉണ്ടാവുക. അതിനെ നിങ്ങൾ ഫെറസ് സൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NaCN പിന്നെ നമ്മൾ ഫെറസ് സൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ ആദ്യം എന്തായിട്ട് മാറുന്നു? Na4 FeCN6 ആവുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ എക്സസ് എടുക്കുന്ന സമയത്ത് അത് Fe4 FeCN6 ആയിട്ട് മാറുന്നു. ഈ Fe4 FeCN6 അല്ലെങ്കിൽ Na4 FeCN6 ഇതിൻ്റെ കളറാണ് ആക്ച്വലി എന്ത്? പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത് അല്ലേ? സോ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം എന്താണ്? ഇത് രണ്ടും ഉണ്ടെങ്കിൽ പ്രഷ്യൻ ബ്ലൂ അല്ല കിട്ടുക, ബ്ലഡ് റെഡ് കളറാണ്. ആ ബ്ലഡ് റെഡ് കളർ കിട്ടണമെങ്കിൽ ഫെറിക് ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യണം. സോ statement 1 is correct and statement 2 is false. Thank you.